ശ്രീ ശംഖു, നമ്മൾ ഈ മാറാട് ചരിത്രം, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവ മാറ്റിവെച്ച് വർത്തമാനത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ പല തെരഞ്ഞെടുപ്പുകളിലും ഈ സാമുദായികത വിഷയമായിട്ടുണ്ട്. 1987 തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഞങ്ങൾ എല്ലാ വർഗീയ ശക്തികളിൽ നിന്നും അകലം പാലിച്ച് ശുദ്ധമായ മതേതര മുന്നണിയായി മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാണ് മത്സരത്തിനിറങ്ങിയത്. അന്ന് ഭൂരിപക്ഷ വികാരം ആ ഇടതുമുന്നണിക്ക് അനുകൂലമായിരുന്നു. 2011 പല തെരഞ്ഞെടുപ്പുകളിലും പലതരത്തിലുള്ള പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ BJP എന്ന് പറയുന്നത് മിനിമം 14% വോട്ടുള്ള ഒരു ഫോഴ്സായിട്ട് അവിടെ നിൽക്കുമ്പോൾ അതേ രാഷ്ട്രീയ പരീക്ഷണം വിജയം കാണാനുള്ള സാധ്യതയില്ല എന്നിരിക്കെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലൈൻ വരുന്നത്? ഈ കാര്യത്തിൽ BJPയെ സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടോ? ഇതിൽ എവിടെ പിടിക്കണം, ആരെ പിന്തുണയ്ക്കണം? CPM പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഉള്ള വോട്ട് ചോർന്ന് അവരിലേക്ക് പോകുമോ തുടങ്ങിയ ആശങ്ക BJPക്കും ആകാവുന്നതാണ്. നോക്കൂ, BJPക്ക് ഈ കാര്യത്തിൽ അങ്ങനെ യാതൊരു ആശങ്കയില്ല. CPM ഈ കാര്യം ഉന്നയിക്കുന്നതിൽ ആത്മാർത്ഥ കുറവിനെ സംബന്ധിച്ചിട്ടാണ്. അവർക്കത് പറയാനുള്ള ധാർമ്മികാധികാരം ഇല്ലായ്മയെ പറ്റിയാണ് ഞാൻ എൻ്റെ ആദ്യ ഊഴത്തിലും പറഞ്ഞത്. അത് കേരളത്തിൻ്റെ പ്രബുദ്ധമായിട്ടുള്ള പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച ബോധ്യം. ഇവിടെ ശിവമീരൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട പോകാൻ കഴിയില്ല. CPM-ഉം BJP-യും കൂടി ചേട്ടൻ ബാവ അനിയൻ ബാവ കളിക്കരുത് എന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. നിങ്ങൾ ആദ്യം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ചേട്ടൻ ബാവ അനിയൻ ബാവ കളി നിർത്തണമെന്നാണ് എനിക്ക് ലീഗിനോട് പറയാനുള്ളത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തോടോ അവർ നടത്തിയുള്ള കലാപങ്ങളോടോ ഞങ്ങൾക്ക് യാതൊരു പങ്കാളിത്തമില്ല, അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് പറയുകയും എന്നാൽ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ചെയ്ത കാര്യത്തിൽ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്താണ് പങ്ക് എന്ന് ചോദിച്ചുകൊണ്ട് അവരെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ഏതെങ്കിലും ഹിന്ദു സംഘടന നടത്തുന്ന എല്ലാ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിലെ BJP മുഴുവനായിട്ട് ഏറ്റെടുക്കണമെന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഈ പറയുന്നതിൽ ഇരട്ടത്താപ്പിനെ പറ്റി നിങ്ങൾക്ക് യാതൊരു ധാരണയില്ലേ? ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അതേ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പ്രവർത്തിക്കുന്നത്. ഐഡിയോളജിക്കലി ഹിക്കുമത്തി ഇലാഹി എന്ന് പറയുന്ന ഇക്കാമുദ്ദീൻ എന്ന് പറയുന്ന അതേ ആശയം, അതായത് ഇസ്ലാമിക് ഐഡിയോളജി, നോൺ ഇസ്ലാമിക് ഐഡിയോളജി, അതിൽ ഇസ്ലാമിക് ഐഡിയോളജിയെ മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ശരിയായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങൾ ഭരിക്കപ്പെടേണ്ടത്. ഈ നോൺ ഇസ്ലാമിക് ഐഡിയോളജിയിൽ പെടുന്നതാണ് സെക്യുലറിസം, ഡെമോക്രസി തുടങ്ങിയിട്ടുള്ള എല്ലാ ആശയങ്ങളും. അതുകൊണ്ട് തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭരണഘടനയെ അംഗീകരിക്കാൻ കഴിയില്ല, ദൈവനിർമ്മിതമായിട്ടുള്ള ഖുറാനെ അംഗീകരിക്കുള്ളൂ. മതേതരത്വം എന്ന് പറയുന്നത് അശ്ലീലമായിട്ടുള്ള സങ്കല്പമാണ്, ജനാധിപത്യം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള സംവിധാനമാണ്. ആ സംവിധാനങ്ങളെ അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്ന ആശയമാണ് ജമാഅത്തെ ഇസ്ലാമി എല്ലായിടത്തും പുലർത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമി പോലും അവരുടെ ഫൗണ്ടറായിട്ടുള്ള മൗലാന മൗദൂദിയെ തള്ളി പറയുന്നില്ല. എന്നാൽ UDF-ന്റെ നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തല മുതൽ ഷിബു മീരാൻ വരെ ബംഗ്ലാദേശിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തികൾക്ക് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി മറുപടി പറയണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് ന്യായീകരണം ചമയ്ക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാവുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തല കേരളത്തിലെ RSSന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-നെതിരായിട്ട് ക്യാമ്പയിൻ നടത്തിയിരുന്നത്? UDF ഭരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് RSS ആണ്. രമേശ് ചെന്നിത്തല ആ കാലത്ത് സംഗീത്തല എന്നാണ് വിളിച്ചിരുന്നത്. ആ സംഗീത്തല ക്യാമ്പയിനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാണ്ടിരിക്കാൻ കാരണമായത്. അപ്പോൾ അത് ഹിന്ദുവിരുദ്ധ പരാമർശമായിരുന്നില്ലേ? UDF ഭരിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തരം ഭരിക്കാൻ പോകുന്നത് RSS ആണെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ LDF സർക്കാരിനെതിരെ ഇതേ വാദം പറയുന്നില്ലേ? പിണറായി വിജയനും BJP-യും തമ്മിൽ എന്തോ സഖ്യമുണ്ട്, CJP ആണ് അജിത് കുമാറുമായിട്ട് RSS-ന്റെ മേധാവി കൂടിക്കാഴ്ച നടത്തിയത്, ആഭ്യന്തര വകുപ്പിലുള്ള RSS-ന്റെ പിടിപാടാണെന്ന് പറയുന്നത്. അപ്പോൾ അത് ഹിന്ദു വിരുദ്ധ വർത്തമാനമല്ലേ? ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന്റെ ആഭ്യന്തര കൈയാളും എന്ന് പറയുമ്പോൾ മാത്രം അത് മുസ്ലിം വിരുദ്ധമാവുന്നത് എങ്ങനെയാണ്? ഈ കലാപങ്ങളുടെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ തീരുമാനിക്കുന്ന എപ്പോഴാണ്? ഈ ചർച്ചയിൽ തന്നെ 1000 വട്ടം ഞാൻ കേട്ടല്ലോ, 23 വർഷം മുൻപ് നടന്ന കലാപം, കഴിഞ്ഞു പോയിട്ടുള്ളൊരു സംഭവം, ഉണങ്ങി തുടങ്ങിയിട്ടുള്ള മുറിവെന്ന്. ഗുജറാത്ത് കലാപത്തെ പറ്റി പറയേണ്ട ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ നിങ്ങൾ BJP-നെ ആക്രമിക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഗുജറാത്ത് കലാപത്തെ പറ്റി പറയേണ്ട പോയിട്ടുണ്ടോ? 1992 നടന്നിട്ടുള്ള ബാബറി മസ്ജിദ് ഡെമോളിഷനെ പറ്റി ഓർമ്മിപ്പിക്കാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു സംവാദത്തിൽ BJP അഡ്രസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? 34 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള ബാബറി മസ്ജിദ് ഡെമോളിഷൻ ഇപ്പോഴും ലൈവായിട്ടുള്ള രാഷ്ട്രീയ വിഷയമാണ്. 24 വർഷം മുൻപ് നടന്നിട്ടുള്ള ഗുജറാത്ത് കലാപം ഇപ്പോഴും രാഷ്ട്രീയ വിഷയമാണ്. പക്ഷേ 23 കൊല്ലം മുൻപ് കഴിഞ്ഞിട്ടുള്ള മാറാട് കലാപം എന്ന് പറഞ്ഞ് കഴിഞ്ഞു പോയിട്ടുള്ള ചാപ്റ്ററാണ്, ക്ലോസ്ഡ് ചാപ്റ്ററാണല്ലേ? ഈ കലാപങ്ങളുടെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ തീരുമാനിക്കുന്നത് എന്ത് മാനദണ്ഡം കൊണ്ടാണ്? മരിച്ചുപോയിട്ടുള്ള മനുഷ്യരുടെ ജീവനും അവരുടെ ഓർമ്മകൾക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വില ഉണ്ടാവില്ല. നിങ്ങൾ ആദ്യം വലിയ വാചകം പറയുണ്ടായിരുന്നല്ലോ, തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് മനുഷ്യരുടെ വേദനകൾ ചർച്ച ചെയ്യുന്ന, അവരുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സഭയാണ്. ആ സമയത്ത് വർഗീയത പറയരുതെന്ന് ആരാണ് വർഗീയത പറഞ്ഞത്? എരിയുന്ന വയറിന്റെ തീയല്ല പ്രശ്നം, മതമാണ് 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 പ്രശ്നം. ആ മതത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ആധാരശില എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാവ് KM ഷാജിയാണ്. അയാളെ നിങ്ങൾ തള്ളിപ്പറ. അയാളോട് കഴിഞ്ഞ ദിവസം മൈക്കേണ്ടി പ്രസംഗിച്ചത് എന്താ? ഭരണം പിടിക്കാനോ സദ്ഭരണം നടത്താനോ മനുഷ്യരെ വികസിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല. ഒരു സമുദായത്തിന് കഴിഞ്ഞ 10 വർഷത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവകാശങ്ങൾ തിരിച്ചു പിടിക്കാൻ, ആ സമുദായത്തിന് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭരണം പിടിക്കുന്നതെന്ന് ആ പറഞ്ഞത് വർഗീയ പരാമർശമല്ലേ? അത് നിങ്ങൾ തള്ളിപ്പറ. ഞാനിവിടെ കലാപത്തിൽ മരിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം സ്കോർ ബോർഡ് വായിച്ചു എന്ന് പറഞ്ഞു. കലാപത്തിൽ പങ്കെടുത്തുന്ന ഒരു എൻക്വയറി കമ്മീഷൻ കണ്ടുപിടിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. ആളുകളെ കൊന്നവർക്കില്ലാത്ത കുറ്റം കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം പറഞ്ഞവർക്കില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇവിടെ ഈ പറയുന്ന മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും NDF-ഉം ചേർന്നിട്ടുള്ള ഒരു സഖ്യം കേരളത്തിൽ UDF ഭരണത്തിൽ വന്നാൽ
നിർണായകമായിട്ടുള്ള ശക്തിയും സ്വാധീനവും ചെലുത്തുന്നുള്ളത് ഒരു രാഷ്ട്രീയ വിവേകമാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുള്ള റിസൾട്ട് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ BJP RSSനെയും ഹിന്ദുത്വ വർഗീയതയും പ്രതിരോധിക്കാൻ സാധാരണ എല്ലാ മനുഷ്യർക്കും ബാധ്യതയുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിനെയോ NDFനെയോ പ്രതിരോധിക്കേണ്ട ബാധ്യത മുസ്ലിം പൊതുസമൂഹത്തിന് ഇല്ല എന്ന് പറയുന്ന ലൈൻ അത് വളരെ ഇരട്ടത്താപ്പാണ്. മതേതരത്വം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. നിങ്ങൾ ആദ്യം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഹുക്കുമത്തിലാഹിനെയും ഇക്കാമദ്ദീനെയും ഒന്ന് വിമർശിക്കുക. നിങ്ങൾ ആദ്യം അവർ നടത്തിയിട്ടുള്ള തീവ്രവാദത്തിനെയും റാസാക്കാർമാരുടെ നേതൃത്വം നടത്തിയിട്ടുള്ള ഉന്മൂലനത്തെയും നിങ്ങളൊന്ന് തള്ളി പറയും. എന്നിട്ടാവാം നിങ്ങൾ മതേതരത്വത്തെ പറ്റി പ്രസംഗിക്കുന്നത്. ശരി.